നീ പോയില്ലായിരുന്നോ? ഇവിടെയെല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കയല്ലേ കണ്ണേട്ടാ. അപ്പോ പെട്ടെന്നങ്ങ് ഓടിപ്പോകുന്നത് ശരിയാണോ? ദാ ഇത് കുടിക്ക്. ഞാനുണ്ടാക്കിയ ജ്യൂസാ. ആഹാ, നീ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? ഒരു ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ കണ്ണേട്ടാ? ഇപ്പൊ എനിക്ക് അത്യാവശ്യം എല്ലാം ഉണ്ടാക്കാൻ അറിയാം. നന്നായി. അപ്പൊ പിന്നെ നിന്നെ കല്യാണം കഴിക്കുന്നവൻ രക്ഷപ്പെട്ടു എന്നർത്ഥം. ഇനിയിപ്പോ എന്നെ കൊല്ലാനും തളർത്തി കിടത്താനും ശ്രമിക്കില്ല എന്ന് കരുതാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ പഴച്ചാറ് മാത്രമല്ലേ ഉള്ളൂ? ആ അതെ. അല്ല കണ്ണേട്ടാ, കണ്ണേട്ടന്റെ വലത് കാൽവിരലിനൊപ്പം ഇടത് കാൽവിരലും ചലിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒന്ന് കാട്ടിയേ. കാൽപാദവും ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലേ? കാൽപാദം ശരിക്കങ്ങോട്ട് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. കാൽവിരലുകൾ ചലിക്കുന്നുണ്ട് നന്നായിട്ട്. പ്രതീക്ഷയുണ്ടല്ലേ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന്? ആ, അങ്ങനെയാ തോമസ് സാർ പറയുന്നത്. എങ്കിലും ഒരു 10% ചാൻസ് ഇപ്പോഴും ഉള്ളൂ. 10% അല്ല കണ്ണേട്ടാ, ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കണ്ണേട്ടന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് 10 എന്നുള്ളത് 100% ആവും. നിന്റെ നാവ് പൊന്നാവട്ടെ. ഇനിയിപ്പോ കണ്ണേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇവിടെ ഉണ്ടാവും. മനസമാധാനം മൊത്തം അവര് കളഞ്ഞില്ലേ? അതുകൊണ്ടിപ്പോ കണ്ണേട്ടനോട് മിണ്ടാനും പറയാനും ഒക്കെ ആരെങ്കിലും എപ്പോഴും അടുത്തു വേണം. പറയുമ്പോ ഒന്നും തോന്നരുത് കണ്ണേട്ട. ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അതുവരെ സ്നേഹിച്ചവരെല്ലാം പാടെ തള്ളി കളയരുത് കണ്ണേട്ട. അങ്ങനെ തള്ളിക്കളഞ്ഞതിന്റെ ഫലം എനിക്ക് കിട്ടി. വിഷപ്പാമ്പെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ തനി രാജവെമ്പാലയാ. വിഷപ്പാമ്പുകളെ തിരിച്ചറിഞ്ഞവനാടി ഞാൻ. പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. ഇനിയിപ്പോ ഒന്നും ആലോചിക്കേണ്ട കണ്ണേട്ട. ജീവിതത്തില് കണ്ണേട്ടന് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എനിക്കൊരു കല്യാണം വേണ്ടാന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞതാ. എന്നിട്ട് നിന്റെ അച്ഛനാ ഈ ബന്ധം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? അച്ഛനും കണ്ണേട്ടനെ പോലെ വീൽ ചെയറിലല്ലേ സഞ്ചരിക്കുന്നത്. നിന്റെ അച്ഛന് പുരോഗതി ഉണ്ടോ? ആ, ഇപ്പൊ 1-2 തവണയൊക്കെ ആയിട്ട് കയ്യെ പിടിച്ചെഴുന്നേറ്റായിരുന്നു. പക്ഷേ നടക്കാനൊന്നും പറ്റുന്നില്ല. അത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. തോമസ് സാറിന്റെ ചികിത്സയല്ലേ ഇപ്പോഴും? ആ, അങ്ങനെ കിടന്ന് ചികിത്സിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മരുന്നാ കഴിക്കുന്നത്. പുരോഗതി ഉണ്ടെങ്കിൽ അത് വീണ്ടും കഴിക്കണം. തോമസ് സാറ് ഒരു സിദ്ധനാ. അതുകൊണ്ട് എന്നെക്കാളും അമ്മാവൻ മെച്ചപ്പെട്ട സ്ഥിതിക്ക് ഇനി ചിലപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞേക്കും. കണ്ണേട്ടൻ ഇനി തോമസ് സാറിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഞാനും കൂട്ടിന് വന്നോളാം കേട്ടോ. അയ്യോ, അത് സ്വാതിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടും ആവില്ല. ഇനി കണ്ണേട്ടൻ ഫൈനാൻസിയേഴ്സിലേക്ക് പോകുമ്പോഴും തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കണ്ണേട്ടന്റെ ഒപ്പം വരണമെന്ന എന്റെ ആഗ്രഹം. ഇവള് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നേ. അതിന് കണ്ണേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് നിനക്ക് ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്നേ. അയ്യടാ, മഹി എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവൾക്ക് എന്നെ പുച്ഛമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവളെ ഞാനൊരു പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ നീ എത്ര കിടന്ന് അഭിനയിച്ചാലും മറ്റുള്ളവർ നിന്നെ അഭിനയിപ്പിച്ചാലും ഫലമൊന്നും ഉണ്ടാവില്ലടി.